ഇത് നമ്മുടെ ഐശ്വര്യ ലൂബി അല്ലെ ഉമർ ലൂബി എന്ന് പറയുന്നത് സീഡ് ലൂബിയാണേ. ഇതിൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ലൂബി ഒന്ന് കായായി മൊട്ട് പിടിച്ച് കായായി പഴുത്ത് കിട്ടാൻ ഒരു 6 മാസം എടുക്കും, 5 തൊട്ട് 6 മാസം എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണം, നല്ലപോലെ തന്നെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഒന്ന് പഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങ് കണ്ടിന്യൂസ് ഉണ്ടാകും. അത് കാരണം ഇതിപ്പോൾ പഴുത്തു ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു 2 ദിവസം കൂടെ ആകും, കാരണം അടിയിൽ കുറച്ചും കൂടെ ഗ്രീൻ ഉണ്ട്, അത് മാറണം. ഇത് പഴുത്ത് നമ്മൾ പറിച്ച് വരുമ്പോൾ നേരെ അടുത്തത് ഇവിടെ പഴുത്തുകൊണ്ടിരിക്കുന്നു, കണ്ടോ. അപ്പോൾ നമുക്കിത് പറിക്കാൻ കിട്ടും. ഇതൊന്ന് റെഡിയായി വരുമ്പോൾ മറ്റെവിടെയെങ്കിലും ഒന്ന് പഴുത്ത് വരും. അപ്പം ഒന്ന് പഴുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നാളത്തേക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ പറിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇതെനിക്കൊരു 1 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റാണ്. ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റ് വന്ന പ്ലാന്റാണ്. അപ്പം വളരെ ചെറിയ, കാരണം അത്യാവശ്യം കോസ്റ്റ് സമയത്ത് വാങ്ങിയാണ്, ചെറിയ പ്ലാന്റ് വാങ്ങിയതാണ്. ഒരു വർഷം കഴിഞ്ഞ് 2-3 മാസമൊക്കെ ആയിട്ടുണ്ടാകും. 1.5 വർഷം കൂട്ടിക്കുക, അത്യാവശ്യം സൈസായി. അപ്പം പ്രോബ്ലങ്ങളിലൊന്ന് പതിയാണ് ഇത് പഴുക്കുള്ളൂ എന്നുള്ള പോരായ്മ മാത്രമേ ഉള്ളൂ. അത് നോക്കിയാൽ നല്ലപോലെ കൊലയായിട്ടുണ്ടാകും, കണ്ടോ. കണ്ടോ, കൊലയായിട്ടുണ്ടായി കിടക്കുന്നുണ്ടോ, നല്ലപോലെ പിടിക്കുന്നത് കണ്ടോ. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നമ്മൾ NR ലൂബിക്ക് കുറച്ച് സൈസ് കുറവാണ്, ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. ഇത് ഞാൻ ഇതിന് മുമ്പ് 2 എനിക്ക് കിട്ടിയായിരുന്നു, ഞാൻ അത് വീഡിയോ എടുത്തില്ല. സത്യം പറഞ്ഞാൽ നല്ല പഴുത്ത് കിട്ടി. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നമ്മൾ കടയിൽ നിന്ന് ഇടുന്ന പ്ലമ്മിൻ്റെ അതേ ടേസ്റ്റാണ്, 100% പറയാം. പ്ലമ്മിന് എനിക്ക് ഫീൽ ചെയ്ത് പ്ലമ്മിൻ്റെ എക്സാക്ട് പ്ലമ്മിൻ്റെ ടേസ്റ്റാണ്. ടെക്സ്ചർ നമ്മുടെ ഈ ലൂബി, നമ്മുടെ നാടൻ ലൂബിയുടെയൊക്കെ ടെക്സ്ചർ ആണെങ്കിൽ ടേസ്റ്റ് പ്ലമ്മിൻ്റെയാണ്. കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുണ്ടായതുകൊണ്ടായിരിക്കാം. പിന്നെ മഴയൊക്കെ അല്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ആയിട്ട് മധുരം കുറവായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഇതിപ്പം നോക്കി കൊലയായിട്ട് ഉണ്ടായി കിടക്കുന്ന സീഡ് ലൂബിയാണ്, കണ്ടോ. കൊല ഇതൊക്കെ പഴുത്തതിന് പുറത്തേക്ക് എന്ത് രസമായിരിക്കും കാണാൻ, കണ്ടോ. കൊലയായിട്ട് കണ്ടോ, ഇത് നീളത്തിൽ കണ്ടോ. എല്ലാം ഈ സീസൺ ഇതൊക്കെ ആദ്യം ഫസ്റ്റ് ഫ്ലവർ വിട്ട പൂക്കളാണ്, കാരണം ഇപ്പം ഇത് പഴുത്തത്. ഇതൊക്കെ ഇനിയും കുറച്ച് സമയം എടുക്കും പഴുക്കാൻ. ഇതിപ്പോൾ പഴുത്ത് വരുന്നു. ഇതിപ്പോൾ ഇത്ര സൈസായി, ഇത് പഴുത്തു നോക്കിയേ. ഇതിപ്പോൾ പഴുത്തു, ഇത് ഈ ഒരു സൈസായി. ഞാൻ നേരത്തെ കാണിച്ച ഇവിടെ ഇത് പഴുത്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം നമുക്ക് അടുത്ത ഫ്ലവറിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. ഇതുണ്ടോ ഫ്ലവറിങ്, കണ്ടോ, ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പം അതാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഇവിടെ ഫ്ലവർ, ഈ ഒരു ഫ്ലവറായി. ഇവിടെ നോക്കി കാണാം, കുറച്ചും കൂടെ വലിയ ഫ്ലവർ ആയിട്ടുണ്ട്. മഴ വന്നപ്പോൾ കുറേയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്, അതങ്ങനെയാണ്. അതുപോലെ തന്നെ അടുത്ത ഫ്ലവർ, ഇവിടെയൊക്കെ അടുത്ത ഫ്ലവർ വന്ന് തുടങ്ങി. അപ്പം ഇനിയും കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇതിങ്ങനെ ഫ്രൂട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഉണ്ടോ, നല്ല കൊലയായിട്ട് ഉണ്ടാവും. അതൊക്കെ പൊഴിഞ്ഞു പോയത് കണ്ടോ. ഈ കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഇത് പൊഴിഞ്ഞു പോകുന്നു, ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ അകത്ത്. കാലാവസ്ഥ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമില്ലല്ലോ. അപ്പം ഇതവിടെ കൊലയായിട്ടുണ്ട്. അതവിടെ ഇങ്ങനെ കൊലയായിട്ട് കിടപ്പുണ്ട്, കണ്ടോ. ഇതൊക്കെ അടുത്തന്നെ പഴുക്കാനുള്ള ഏജുള്ള സാധനമാണ്. പക്ഷേ 6 മാസം എടുക്കും ഒന്ന് പഴുത്ത് കിട്ടാൻ, അതാണ് ഒരു പ്രശ്നമുള്ളത്. പിന്നെ പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലൊക്കെ ഇതിൻ്റെ വളപ്രയോഗങ്ങൾ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടതെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ സീഡ് ലൂബിയുടെ അപ്ഡേഷൻ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പഴുക്കട്ടെ. ഇത് പഴുത്ത് കഴിയുമ്പം, കാരണം ജസ്റ്റ് പഴുത്തുണ്ട്, ഇതിൻ്റെ അടി നോക്കിയാൽ കാണാം കുറച്ചും കൂടെ പഴുക്കാറുണ്ട്. ഇതൊക്കെ നല്ല കളർ കയറി ഫുൾ റെഡ് കളർ വന്നിട്ട് നമ്മൾ പറിച്ചിട്ട് അതിൻ്റെ ഒരു ടെക്സ്ചറും നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പം ഇതോടെ നിൽക്കട്ടെ. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പോകും, പറിക്കണം. പക്ഷേ ഞാൻ പറിക്കാറില്ല, കാരണം നമുക്ക് നല്ല പഴുത്ത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. നല്ല സൈസുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സൈസുണ്ട്, ചെറുതല്ല, അത്യാവശ്യം നല്ല സൈസുണ്ട്. NR സൈസ് കുറവായിരിക്കും.